2016 മുതൽ 2026 വരെയുള്ള ഒരു ദശാബ്ദം അതിവേഗവും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വികസന വളർച്ചയുമാണ് കേരളം അനുഭവിച്ചറിഞ്ഞത്. ഇച്ഛാശക്തിയുള്ള ഭരണകൂടത്തിന്റെ നൈപുണ്യത്തിൽ നാനാ തുറകളിലും കേരളം വികസനത്തിന്റെ സ്വാതറിഞ്ഞ കാലഘട്ടമാണിത്. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? കേരളത്തിന്റെ വികസനത്തിന് ഇന്ധനം പകരുന്ന കിഫ്ബിയെ എതിർക്കുകയും വസ്തുതാവിരുദ്ധമായ നുണപ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തുല്യമായ വികസന പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടു. പ്രതിപക്ഷ MLA മാർ തങ്ങളുടെ മണ്ഡലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വികസനത്തിന്റെ ഈ ഫ്ലെക്സുകൾ തന്നെയാണ് അതിനുള്ള തെളിവ്. ഈ പദ്ധതികളുടെ ഫ്ലെക്സിൽ MLA മാരുടെ ഫോട്ടോ മാത്രമാണ് ഉള്ളതെങ്കിലും ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് കേരള സർക്കാരാണ്. ഇവയ്ക്ക് പണം അനുവദിച്ചിട്ടുള്ളത് കേരള മന്ത്രിസഭയാണ്. പണി നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പും. എന്നാൽ പടം മാത്രം MLA-യുടെയും. വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ എതിർത്ത പ്രതിപക്ഷ MLA മാർ തന്നെയാണ് സ്വന്തം മണ്ഡലത്തിൽ ഫ്ലെക്സ് വെച്ച് ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. കിഫ്ബിയെ എതിർക്കുകയും ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ മുടക്കാൻ അഹോരാത്രം പണിയെടുക്കുകയും സഭയിൽ വികസനത്തെ പറ്റിയുള്ള ചർച്ചകൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ജനങ്ങൾ തുറന്നു കാട്ടുകയാണ്. കേരളത്തിന്റെ വികസനത്തിന് ഊർജ്ജം പകരുന്ന ഏത് പദ്ധതികൾ പ്രഖ്യാപിച്ചാലും അത് മുടക്കുമെന്ന് ഒരു മടിയുമില്ലാതെ പറയുന്ന പ്രതിപക്ഷം പിന്നീട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വന്ന് സ്വയം അപഹാസ്യരാകുകയാണ് ഇപ്പോൾ. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. ബജറ്റിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും ബജറ്റിലെ പദ്ധതികളെ അവഹേളിക്കുകയും ചെയ്തതിനു ശേഷം ഹരിപ്പാട് മണ്ഡലത്തിന് ലഭിച്ച പദ്ധതികളെ പറ്റി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത രമേശ് ചെന്നിത്തലയുടെ പിന്നാലെ തന്നെ ഗമിക്കുകയാണ് മറ്റു പ്രതിപക്ഷ MLA-മാരും. വികസനത്തിന്റെ സ്വാദറിയാത്ത ഒരു മേഖലയും ഒരു മണ്ഡലവും കേരളത്തിലില്ല. വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു വിവേചനവും കേരളത്തിന്റെ സർക്കാർ കാണിച്ചിട്ടുമില്ല. അതിനാൽ തന്നെയാണ് വികസനത്തിന്റെ സ്വാദറിഞ്ഞ കേരള ജനത ഇടതുപക്ഷ സർക്കാരിനെ ഹൃദയപക്ഷമായി ചേർത്തു നിർത്തുന്നത്.